താങ്ക് യു. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല തന്നിരിക്കുന്നത്, ഒരു സമയത്തിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യും, എന്നിട്ടാണ് ശുഭസമയം ആവുള്ളൂ. അതുകൊണ്ടുള്ളതാണ്. എനിവേ, മൈക്ക് കേട്ടിട്ടുള്ളത് ഈ ഒരു സംരംഭത്തിന് ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞാനടക്കം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദിസ് എൻറ്റയർ ടീം. ഒരു സിനിമ ഏത് സമയത്തും നമ്മൾ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരുടെയും എഫേർട്ട്, ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു സ്പോട്ട് ബോയുടെ അടക്കം എഫേർട്ടുള്ളൊരു സംഭവമാണ്. 19 ചില്ലാനം ആളുകളുടെ ഫാമിലിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം, യു ടു ആൻഡ് ദി പ്രൊഡ്യൂസർ, ഡയറക്ടർ, എവരിബഡി. ലിസ്റ്റിൽ ചീഫ് ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് സംതിങ് ഫോർ ദിസ് ഫിലിം. Anyway, he's a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to the team. Thank you. Hello, good morning. എല്ലാവരും കൂടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ഇതിനകത്തുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഇതൊരു നല്ലൊരു ക്ലീൻ എൻ്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് പിന്നിലിരിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന്. താങ്ക് യു. 2-3 തവണ വെരി ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ആണല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗിരീഷ് ഏട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനൂപ് അവിടെ. സോ അനൂപ് ഒരു ഫിലിം ബഫാണ്. അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ്, നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ്. അനൂപാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ബിബിൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു അടിപൊളി ജഗബോഗ സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറായിരുന്നു സംഭവം എനിക്ക് ആപ്റ്റാവും എന്ന് കഥ കേൾക്കാൻ പറഞ്ഞ് ഞാൻ കഥ കേട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം. അപ്പോൾ അനൂപ്, താങ്ക് യു വെരി മച്ച്. ഗിരീഷേട്ടൻ, താങ്ക് യു. ആൻഡ് ബിബിൻ ആൻഡ് ദ പ്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോജക്റ്റ്. ആക്ച്വലി സിനിമ പോസ്റ്ററും എൻ്റെ ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ വരുന്ന വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അത് ബിബിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടി ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ്. പലപ്പോഴും തമിഴ് സിനിമയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇപ്പോൾ സണ്ണിയൊക്കെ ആയിട്ട് ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതിൽ കുറേ പേരുണ്ട്, എടുത്ത് പറയാൻ ആൻഡി ചേട്ടൻ, ബൈജി ചേട്ടൻ, കുറേ പേരുണ്ട്. സോ ഐ എം ഹാപ്പി മേജർ രവി സർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്യാരക്ടറാണ് മേജർ രവി സർ ഇത് ചെയ്യുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ബിബിൻ, കൃഷ്ണ ആൻഡ് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ആൻഡ് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും. along with സാഹസം, we are സണ്ണി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ. നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശകലം സമയം കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുമെന്ന്. അങ്ങനെ മേജർ റിച്ചറിനെയാണ് വിളിച്ചത്. അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ രവിയേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഐശ്വര്യമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് സംസാരിക്കാൻ. എനിക്കധികം വളരെയധികം സന്തോഷം. ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത്
ഭയങ്കര സാഹസികമാണ്. ഭയങ്കര സാഹസം നേരിട്ടാലും ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ ക്യാൻസൽ ആവും, ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ 100% റിസ്ക്കുള്ള ഒരു സാഹസമാണ്. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം, മാശാൻ വൈബ്, സാഹസം, ഇതൊക്കെ വന്നതാണ്. അപ്പോൾ തന്ത വൈബ് എന്നൊക്കെ വന്നിരുന്നു. അപ്പൊ അത് വേറെ സിനിമയ്ക്കായി പോയി. സാഹസം അതിപ്പോ വേറെ സിനിമയ്ക്കായി പോയി. അപ്പം ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത്. അപ്പം വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ. അതിൽ പേഴ്സണൽ ഭയങ്കര സന്തോഷം. സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഫ്രണ്ട് റോയിൽ ഇരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ ഇങ്ങനെ പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയധികം പിന്നെ എന്റെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരയനാണ്. പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇതുവരെ അദ്ദേഹമായിട്ട് പടം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. സണ്ണിക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് മാറട്ടെ. എന്റെ ഡയറക്ടർ, നിർമ്മാതാവ്, മറ്റ് ടെക്നീഷ്യൻ, ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. സാഹസ മൂവിയുടെ സ്വിച്ച് ഓൺ ഈവന്റ് ഇവിടെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ആണ്. സോ ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ റിനീഷ് ആൻഡ് മിസ്റ്റർ വിപിൻ കൃഷ്ണ. Thank you all of you coming here. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരും മിണ്ടി കഴിഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കോമഡി ത്രില്ലർ, രണ്ടാമത്തെ ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് പറയണ്ട. സോ ഫസ്റ്റ് ഹാഫ് ഒരു തമാശ, സെക്കൻഡ് ഹാഫ് ബിബിന്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ത്രില്ലറാണ്. സോ ദാറ്റ്സ് ഹൗ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും IT ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണ്. സോ ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കുറെ IT കാരെ കാണാം, ഇൻഫോ പാർക്ക് കാണാം. അങ്ങനെയുള്ള ഒരു മൂഡിലാണ് സാധനം എടുക്കുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ടാലന്റഡ് പീപ്പിൾ ലൈക്ക് സണ്ണി, നരേൻ, ബാബു ചേട്ടൻ, ബൈചേട്ടൻ. സോ ലോട്ട് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമയ്ക്കകത്ത്. ഇറ്റ്സ് ആക്ച്വലി ഒരു ഫൺ ഫിൽഡ് മൂവി ആയിരിക്കും ഫോർ ഓൾ ഓഫ് യു, ഐ എം ഷുവർ. ഇപ്പോ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ഞാൻ എടുക്കാറുള്ളത്. സോ ഇതിനകത്ത് എന്നേക്കാൾ കൂടുതൽ ഞാൻ എന്റെ മക്കളെയും അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ആൾക്കാരെയും കൂടെ കൂടുതൽ അവർക്ക് ഇഷ്ടമാവുന്ന മൂവി ആയിരിക്കും ഈ മൂവി. ആൻഡ് ഡെഫിനറ്റ്ലി Vibin will reach in a different level, even if movie works out or not. So this, if we can pull it off, this is going to be the blockbuster of this year, I'm sure. Thank you.